സംസ്കാരത്തിന്റെ പൗരാണിക മഹത്വത്തിന്റെ ഭൂമിയായ തഞ്ചാവൂരിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ ഇന്ത്യയുടെ തന്നെ അത്ഭുതകരമായ സ്മാരകങ്ങളിലൊന്നായ ബൃഹദീശ്വര ക്ഷേത്രത്തിലേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. രാത്രി 9:30 കൊച്ചിയിൽ നിന്ന് തുടങ്ങിയ യാത്ര രാവിലെ 9:30 തഞ്ചാവൂരിൽ അവസാനിച്ചു. ഒരു ദിവസത്തെ യാത്ര ആയതുകൊണ്ട് റൂം എടുത്ത് കാശ് കളയേണ്ടതില്ലാന്നതുകൊണ്ടും കുളിച്ച് ഒരുങ്ങാനുള്ള സെറ്റപ്പ് ഒക്കെ തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. അവിടെ നിന്ന് നടന്നു പോകാം, ഇല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ പോകാം. 1.5 കിലോമീറ്റർ നടന്ന് പുതിയ സ്ഥലങ്ങളിലെ പുതിയ കാഴ്ചകൾ, അത് അനുഭവം തന്നെയാണ്. ഇവിടെ AIDMKയുടെ ഏതോ പാർട്ടി മീറ്റിംഗ് നടക്കാൻ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. കൊടിയും തോരണങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഉപകാരമുണ്ടായത് ഈ പൊരിഞ്ഞ വെയിലിൽ നമുക്ക് കുറച്ച് തണൽ തരാനായിട്ട് എടപ്പാടി പളനിസ്വാമി നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. എന്തായാലും തഞ്ചാവൂർ വന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് കുറച്ച് തമിഴിൽ സംസാരിച്ച് നോക്കാം. ரொம்ப நாளா ஆசைப்பட்டுட்டே இருக்கேன் இந்த டெம்பிளுக்கு வரணும். ஏன்னா சென்னை நம்ம தமிழ்நாட்டுல அவ்வளோ சூடா இருக்கும்ல, அதனால நிறைய வாட்டி இது பிளான்ல இருந்துச்சுனாலும் கேன்சல் பண்ணிட்டே இருந்தா. ஏன்னா இந்த சூழ்நிலை இவ்வளவு அலையணுமே, அப்படி அதுவும் தெரியாத இடம். இந்த வாட்டி மிஸ் பண்ணக்கூடாது, போய் தான் ஆகணும். எப்படி இருந்தாலும் வேர்ல்டு ஹெரிட்டேஜ் சைட்டால ப்ரொடெக்ட் பண்ற ஒரு இடம் பார்க்கணுமே. நம்ம ഇന്ത്യയിലെ வாழ்ந்துட்டு இருக்கேன், ഇത് பார்க்காம இருந்தா எப்படி? ചേര രാജാക്കന്മാരൊക്കെ റോഡിൽ ഇരിപ്പുണ്ടല്ലോ. അവരായി അവരുടെ കുശലങ്ങളായി. ഇനി കുറച്ചും കൂടെ ഉള്ളൂ എന്നാണ് ഗൂഗിൾ മാപ്പ് പറയുന്നത്. ഈ ക്ഷേത്രം 1000 വർഷങ്ങൾക്ക് മുമ്പ് രാജരാജ ചോഴൻ പണിതതാണ്. ആധുനിക യന്ത്രങ്ങളില്ലാതെ ശാസ്ത്രവും കലയും ചേർത്ത് അവർ സൃഷ്ടിച്ച അത്ഭുതമാണത്. ക്ഷേത്രത്തിനുള്ളിൽ നമ്മൾ എടുക്കുന്ന വീഡിയോകൾ സെക്യൂരിറ്റിയുടെ കണ്ണിൽപ്പെട്ടാൽ ഫോൺ പിടിച്ചു വാങ്ങി അത് ഡിലീറ്റ് ചെയ്യുന്നത് പലതവണ ഞാൻ ഇതിനുള്ളിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി കാണാതെ, സെക്യൂരിറ്റി ഇല്ലാത്ത ഇടങ്ങളിൽ മാത്രമേ വീഡിയോകൾ എടുക്കാൻ ഞാൻ ശ്രമിക്കാറുള്ളൂ. ഈ ക്ഷേത്രത്തിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ 216 അടി ഉയരത്തിലുള്ള വിമാനം, അതായത് ഗോപുരം. ഈ വിസ്മയ ഗോപുരം, ഇതിന്റെ നിഴൽ നിലത്ത് വീഴാത്തത് ഇന്നും അത്ഭുതമായി നിൽക്കും. ഇവിടുത്തെ ഓരോ ശില്പവും, ഓരോ വരയും, ഓരോ കുറിപ്പും ചോളരുടെ കലയും ശക്തിയും പറയുന്ന ചരിത്രമാണ്. ക്ഷേത്രത്തിന്റെ ഹൃദയഭാഗത്ത് മഹത്തായ ശിവലിംഗം. 1000 വർഷങ്ങളായി അർപ്പണബോധത്തോടെ നടക്കുന്ന പൂജ വളരെ ശാന്തവും ശക്തവുമാണ്. ചരിത്രം ഇഷ്ടമുള്ളവർക്കും ആത്മീയത തേടുന്നവർക്കും ആർക്കിടെക്ചർ ആസ്വാദകർക്കും ഇത് മറക്കാനാകാത്ത ഒരു യാത്ര.